അവളുടെ അടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക. എനിക്ക് അവൻ്റെ കള്ളക്കണ്ണീർ കാണുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒന്ന് സമാധാനപ്പെടുമോനെ, അവനെ നമ്മുടെ കൈ കിട്ടും. അവൻ ദേഷ്യം പിടിച്ച് കൈകൊണ്ട് ചുമരിലിടിച്ച് അവൻ്റെ റൂമിലേക്ക് പോയി. മുതലാളി, മുതലാളി! എന്താടാ? ആ ആ ആദമിൻ്റെ പെങ്ങൾ. നീ മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് പറയുന്നുണ്ടോ? അന്ന, ആദമിൻ്റെ പെങ്ങൾ ഇന്ന് രാവിലെ മരിച്ചെന്ന്. നീ എന്താ പറഞ്ഞത്? സത്യമാണോടാ? ഞാൻ സത്യമാണ് പറഞ്ഞത്. സണ്ണി അവിടെ നിന്നും ജോണിയുടെ അടുത്തേക്ക് പോയി. സത്യമാണോടാ പറഞ്ഞത്? അതേ ചേട്ടായി, വാ നമുക്കൊന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് അവർ എല്ലാവരും അവിടേക്ക് പോയി. അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നതും ഡേവിഡ് അവരെ കണ്ടതും അയാളുടെ മുഖം ചുവന്നു. അവർ ജോബിനെ അവിടെ കണ്ടതും ഞെട്ടി. അവൻ്റെ കരച്ചിൽ കണ്ടതും അവർ അവനെ തന്നെ നോക്കി നിന്നു. അന്നയെ അവിടെ നിന്നും എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും അവിടെ നിന്നും പോയി. ബന്ധുക്കൾ കുറച്ചു പേർ അവിടെ തന്നെ നിന്നു. മേരിച്ചേട്ടത്തി, വിഷമിക്കണ്ട, അവൾക്ക് ഇത്രയുള്ള ആയുസ്സെന്ന് വിചാരിച്ചാൽ മതി. അതും പറഞ്ഞ് ബന്ധുക്കളും അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. ആമിയും മായയും റീനാമ്മയുടെയും വല്യമ്മച്ചയുടെയും അടുത്തിരുന്നു. അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് അവരും അവിടെ നിന്ന് പോയി. ആമി ആ വീടിൻ്റെ ചുറ്റും ആദമിനെ നോക്കുകയായിരുന്നു. പക്ഷെ അവൾക്ക് അവിടെ കാണാൻ പറ്റിയില്ല. അവൾ നോക്കുന്നത് കണ്ട് ആരോൺ പറഞ്ഞു, അവനെവിടെ ഇല്ല, പുറത്തേക്ക് പോയി. നീ വന്നത് അറിഞ്ഞിട്ടില്ല. അവൾ ഒന്ന് മൂളി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അവൻ അവളെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അവൻ അവളെ നോക്കാതെ പോയതും അവൾക്ക് വിഷമം തോന്നി. അവർ അവിടെ നിന്നും ഇറങ്ങിയതും പെട്ടെന്ന് മായ നിൽക്കുന്നത് കണ്ടു. ആമി അവൾ നോക്കിയ ഭാഗത്തേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്നത് കണ്ടതും അവളുടെയും കണ്ണുകൾ തിളങ്ങി. ഡി, അങ്ങോട്ട് നോക്കിയേ. മായ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ആമി നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. എടി ആമി, ഇത് അയാളല്ലേ, നിന്നെ പെണ്ണ് ചോദിച്ചു വന്നവൻ? ഇയാളെന്താ ഇവിടെ? അതാ ഞാനും വിചാരിക്കുന്നത്. അതും പറഞ്ഞ് ആമി അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, ആ നിൽക്കുന്ന ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? ഇവിടുത്തെ ബന്ധുവാണോ? ആണോന്നോ? ഇവിടുത്തെ അന്നമോളുടെ കെട്ടിയോനാണ് അവൻ, ജോബി. അവൻ ചെക്കൻ. തൻ്റെ ഭാര്യ പോയ വേദന ഉണ്ടാവില്ലേ? ആ കൊച്ചു ഗർഭിണിയായിരുന്നു. ആ കുട്ടിയുടെ മുഖം കാണാൻ പോലും ആ ചെക്കന് പറ്റിയില്ല. ദൈവത്തിൻ്റെ ഓരോ കളികളെ. അതും പറഞ്ഞ് അവരും അവിടെ നിന്ന് പോയി. അവർ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ചേച്ചി, അയാൾ നമ്മളെ ചതിക്കുകയായിരുന്നു. ഒരു ഭാര്യ ഉണ്ടായിട്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ വന്നത്. ആമി അവളുടെ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ആമി, എനിക്കൊരു സംശയം. ആ ചേച്ചിയെ ഇയാൾ ഇല്ലാതാക്കിയതാണോ വേറെ പെണ്ണിനെ കെട്ടാൻ വേണ്ടി? എൻ്റെ ചേച്ചി, ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ട പിന്നെ അത് മതി. അതും പറഞ്ഞ് ആമി ചേച്ചിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അവർ വീട്ടിലെത്തിയതും അവർ അവിടെ നടന്നതും അയാളെ കണ്ടതും പറഞ്ഞു. അവളുടെ അച്ഛനും അമ്മയും ഞെട്ടിയിരിക്കുകയാണ്. ഹിമമാർക്കൊന്നും പെണ്ണിനെയല്ല ആവശ്യം, അവളുടെ ശരീരമായിരിക്കും. മതി മതി, അതൊക്കെ കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് വരട്ടെ, അച്ഛൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതും പറഞ്ഞ് അവർ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് ആമിയായിരുന്നു. അവൾ വേഗം അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും അമ്മ ദോശയും ചട്നിയും ഉണ്ടാക്കി വെച്ചിരുന്നു. അവൾ ഫ്ലാസ്കിൽ നിന്നും ചായ കപ്പിലേക്ക് ഒഴിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അവളുടെ കയ്യിലുള്ള കപ്പിൽ നിന്നും ചായ ഊതി കുടിച്ചു. അല്ല മോളെ, ഇവിടെ ഇരിക്കുകയാണോ? ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടേ? അതും പറഞ്ഞ് അവളുടെ ചേച്ചി അവിടേക്ക് വന്നു. പോണം. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും അകത്തേക്ക് കയറി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇറങ്ങട്ടെ, അവൾ അവരോട് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഹലോ ശിവാത്മിക, അറിയുമോ എന്നെ? താൻ എന്നെ മറന്നാലും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ലല്ലോ. അത് പറയുമ്പോഴും ആമിയുടെ മനസ്സിൽ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. ഹലോ എടോ, താൻ എന്തോന്നും മിണ്ടാത്തത്? നല്ലയാളാ, ഇപ്പോഴാണ് വരുന്നത്. അന്ന് പോയിട്ട് അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ അന്വേഷിച്ച് പറഞ്ഞത് താൻ ഇവിടെ ഇല്ലെന്നാ. അവൾ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് മായ പുറത്തേക്ക് വന്നു മുറ്റത്ത് നിൽക്കുന്നവനെ കണ്ടതും അവൾ ഷോക്കായി അവിടെ തന്നെ നിന്നു. അല്ല, എവിടെ അച്ഛൻ? ഒന്ന് കണ്ടിട്ട് വരാം. മായ അവിടെ നിൽക്കുന്നത് രണ്ടുപേരും കണ്ടില്ല. അവിടെ നിന്ന് നിന്നേ. അവൻ എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി നിന്നു. ഇനി അതും ചോദിച്ച് അങ്ങോട്ട് പോകണ്ട. എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ കെട്ടിയവനെ നിങ്ങൾ അറിയും. എന്താ പറഞ്ഞത്? കേട്ടില്ലേ? എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന്. എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയവൻ്റെ പേരറിയണ്ടേ? ആദം ഡാനിയൽ കുരിശിങ്കൽ. ആ പേര് കേട്ടതും അവൻ്റെ മുഖം ചുവന്നു. അതാരാണ്? അവൻ്റെ മുഖത്തെ ഞെട്ടൽ അവൾ ശരിക്ക് കണ്ടു. അവളൊരു പുച്ഛം നിറഞ്ഞ ചിരി ചിരിച്ചു. അവളുടെ കഴുത്തിലെ അവളുടെ മിന്നെടുത്ത് അവൾ കാണിച്ചു കൊടുത്തു. താൻ നന്നായി അറിയും ആളിനെ.
തൻ്റെ അളിയനായിട്ട് വരും. ഇപ്പം മനസ്സിലായോ? അളിയനോ? നിർത്തടോ തരം നാടകം. ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം കളഞ്ഞിട്ട് താനങ്ങ് അഭിനയിക്കുന്നു. അത് കേട്ട് അവൻ ചിരിച്ചു. എല്ലാം മനസ്സിലാക്കിയല്ലേ? എങ്കിൽ കേട്ടോ, നിന്നെ എനിക്കിഷ്ടമാണ്. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞാനല്ലടി നിന്നോട് ഇഷ്ടമാണെന്നും എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞത്. അവളുടെ കഴുത്തിലെ മിന്നു കണ്ടതും അവൻ അവളോട് ദേഷ്യം ഇരട്ടിച്ചു. എന്നിട്ട് എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചതിക്കുകയായിരുന്നു അല്ലേ? ഞങ്ങളല്ലേ ചതിച്ചത്, നിങ്ങളാണ് മിസ്റ്റർ ജോബി ജോർജ്. ഉണ്ടായിരുന്ന ഭാര്യയെ താൻ ഇല്ലാതാക്കി. ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോ താൻ? ഇതൊന്നും മനസ്സിലാക്കാൻ തൻ്റെ ഒന്നും ബിസിനസ് മൈൻഡ് ആവശ്യമില്ല. എൻ്റെ കെട്ടിയോനെയും കുടുംബത്തെയും നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ? തൻ്റെ സ്വന്തം ഭാര്യയുടെ അടക്കം കഴിഞ്ഞ് നിമിഷങ്ങളായിട്ടില്ല, അപ്പോഴേക്കും വന്നിരിക്കുന്നു വേറെ പെണ്ണിനെ തേടി. ഇതിനൊക്കെ താൻ അനുഭവിക്കണോ? നോക്കിക്കോ. അതും പറഞ്ഞ് അവൾ അവനെ മുഖത്തടിച്ചു. അവളുടെ അടുത്തു നിന്നും അങ്ങനെയൊരു അടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അവൻ കവളിൽ കൈവച്ച് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. ഇതൊക്കെ കണ്ട മായയുടെ കണ്ണ് തള്ളി നിന്നു. എടാ ആദം, നിന്നെ വെല്ലുമിച്ച് വിളിക്കുന്നുണ്ട്. ആരോൺ അത് പറഞ്ഞതും അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. വെല്ലുമ്മച്ചി, ആ വാ ഇവിടെ ഇരിക്കുക. അതും പറഞ്ഞ് ആദം അവരുടെ അടുത്തിരുന്നു. മോനെ കുഞ്ഞാ, എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിന്റെ വിവാഹം എനിക്ക് കാണണം. എത്രയും പെട്ടെന്ന് അത് വേണം. എനിക്കറിയാം നിനക്കിപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന്. എന്നായാലും അത് വേണം. എൻ്റെ കണ്ണടയും മുൻപ് നിൻ്റെയും ഇവൻ്റെയും വിവാഹം എനിക്ക് കാണണം. അത് വെല്ലുമ്മച്ചി, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്കൊന്നും കേൾക്കണ്ട. നിൻ്റെയും ഇവൻ്റെയും വിവാഹം എനിക്ക് കാണണം. ഇവനുള്ള പെണ്ണ് ഉറപ്പിച്ചു. ഇനി നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഞാൻ പറയുന്നത് ആരെയാണെന്ന് വെച്ചാൽ നീ അവളെ തന്നെ കെട്ടണം. അത് വെല്ലുമ്മച്ചി, എന്തേ അത് പറ്റില്ലേ? വെല്ലുമ്മച്ചി പറയുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കാം, പോരെ? അത് കേട്ടതും ഡേവിഡും ആരോണും ഞെട്ടി. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അവൻ്റെ പുറകെ തന്നെ അവരും. എടാ കോപ്പെ, ഒരു പെണ്ണിനെ സ്വന്തമാക്കിയിട്ട് നീ വേറെ പെണ്ണിനെ കെട്ടുമോ? പറയടാ. ആരോൺ അവനോട് ചൂടായി. മോനെ ആദം, നീ ഒരിക്കലും അവളെ ചതിക്കുകയില്ല എന്നറിയാം. പിന്നെ എന്താ ഇതൊക്കെ? അതൊക്കെ ഉണ്ട് കൊച്ചിച്ച. വെല്ലുമ്മിച്ച് തന്നെ അവളെ എൻ്റെ കൈ പിടിച്ചു തരും. അത് പറഞ്ഞ് തിരിഞ്ഞതും റീന എവിടെയുള്ളത് അവർ കണ്ടില്ല. എടാ ആദം, നിങ്ങൾ ആരുടെ കാര്യമാണ് പറഞ്ഞത്? നിന്റെ വിവാഹം കഴിഞ്ഞോ? അതെ മമ്മി, ആദമിൻ്റെ വിവാഹം കഴിഞ്ഞു. പെണ്ണിനെ നിങ്ങളറിയും. ഞാൻ മിന്നു കെട്ടാൻ പോകുന്ന മായാ വാസുദേവൻ്റെ അനിയത്തി ശിവാത്മിക വാസുദേവൻ. ആരുണിൻ്റെ വാക്ക് കേട്ടതും റീന ഞെട്ടിത്തെരിച്ചു നിന്നു. നീ എന്താ പറഞ്ഞത് ആരോണെ? അവർക്ക് വിശ്വാസം വരാതെ ആരോണിനോട് വീണ്ടും ചോദിച്ചു. അതേ മമ്മി, ഇവൻ്റെ പെണ്ണാണവൾ, ശിവാത്മിക വാസുദേവൻ. അത് കേട്ടതും റീന അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കോളറിൽ പിടിച്ചു പറഞ്ഞു. എടാ, എന്നിട്ടാണോടാ നീ അമ്മച്ചോട് പറഞ്ഞത് അവർ കണ്ടുപിടിക്കുന്ന പെണ്ണിനെ കെട്ടിക്കൊള്ളാമെന്ന്? ഇത്രയ്ക്കും ദുഷ്ടനാണോടാ നീ? ഒരു പെണ്ണിനെ കെട്ടി എന്നിട്ട് നീ ഇവിടെ വേറൊരു പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞിരിക്കുന്നു. നിനക്കിങ്ങനെ സ്വഭാവം ഉള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒന്ന് നിർത്തുവോ? ഇത്രയും വളർത്തി വലുതാക്കിയത് നിങ്ങളല്ലേ റീനാമേ? എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? പിന്നെ അവളെ ചതിക്കാനാണെങ്കിൽ എനിക്ക് ഇവരെയൊക്കെ അറിയിച്ചിട്ട് വേണോ അവളെ മിന്നി കെട്ടാൻ? പറ. ആരും ഒന്നും മിണ്ടിയില്ല. എന്തേ, നിങ്ങൾക്കാർക്കും നാവില്ലേ? എന്നെപ്പറ്റി ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും കാറെടുത്ത് സ്പീഡിൽ പോയി. ഷേ, അവനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അല്ലേ? പാവം, അവന് നല്ല വിഷമമായെന്ന് തോന്നുന്നു. ഷേ, അതും പറഞ്ഞ് ആരോണും അവിടെ നിന്നു. ആമിയുടെ വാക്കുകൾ കേട്ട് തരിച്ചു നിൽക്കുകയായിരുന്നു മായ. ആമി മായയെ കണ്ടിരുന്നില്ല. അവൾ വേഗം ഓഫീസിലേക്ക് പോയി. നീ എന്താ പെണ്ണെ അവിടെ വായി നോക്കി നിൽക്കുന്നത്? നീ ആരെയെ കാത്തു നിൽക്കാൻ തോന്നുന്നല്ലോ. അതും പറഞ്ഞ് അമ്മ അവളുടെ കയ്യിൽ തട്ടുകൊടുത്തു. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? നീ ആരെ സ്വപ്നം കണ്ട് നിൽക്കുവാണെന്ന്? ഒന്നുമില്ലമ്മേ. അവർ ഒന്ന് മൂളി. അവിടെ നടന്നതൊന്നും അമ്മയോട് പറയാൻ തോന്നിയില്ല. അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. ആമി അവിടെ നിന്നും മീനുവിനെയും കൂട്ടി ഓഫീസിലേക്ക് പോയി. നീ എപ്പോൾ എത്തി ആമി? നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാനും. ഫോൺ ഉണ്ടായിരുന്നത് നന്നായി അല്ലേ? രണ്ടുപേരും ചിരിച്ചു. ആദമിൻ്റെ കാര്യമൊന്നും അവൾ പറഞ്ഞിരുന്നില്ല. അതും പറഞ്ഞ് അവർ രണ്ടുപേരും ബസ് സ്റ്റാൻഡിലേക്ക് ഓടിപ്പോയി. അവർ എത്തിയപ്പോഴേക്കും ബസ് വന്നിരുന്നു. അവർ ആ ബസ്സിൽ കയറി ഓഫീസിൻ്റെ മുന്നിൽ വന്നിറങ്ങി. അവർ ആ ഗേറ്റ് കടന്നു വന്നതും അപ്പോൾ തന്നെ ആദമിൻ്റെ കാർ ആ ഗേറ്റ് കടന്നു വന്നതും ഒരുമിച്ചായിരുന്നു. അവൻ അതിൽ നിന്നും ഇറങ്ങി ഡോർ കാലുകൊണ്ടടച്ച് അവളെ ഒന്നും നോക്കാതെ ഓഫീസിൻ്റെ അകത്തേക്ക് പോയി. എടി ആമി, സാറ് നേരത്തെ ആണല്ലോ. കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. മീനു പറയുന്നതൊന്നും അവൾ കേട്ടിരുന്നില്ല. കാരണം അവളുടെ മനസ്സിൽ അവളെ ഒരു പരിചയവും കാണിക്കാതെ അകത്തേക്ക് പോയ തൻ്റെ ഇച്ഛായൻ്റെ മുഖമായിരുന്നു. എടി ആമി, നീ എന്തോന്നും പിണ്ടാത്തത്? മീനു പറഞ്ഞതിന് മറുപടി പറയാത്തത് കൊണ്ട് അവളൊന്ന് തിരിഞ്ഞ് അവൾ ഇവിടെ ഒന്നുമല്ല എന്ന് അവൾക്ക് തോന്നി. അവളെ തട്ടി വിളിച്ചു.
എടി ആമി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? നീ എന്താ പറഞ്ഞത്? കുന്തം. വാ, ഇവിടെ ഒന്ന് വായി നോക്കിയെന്നാ അവിടെ സമയത്തിന് കയറാൻ പറ്റത്തില്ല. അതും പറഞ്ഞ് അവൻ അവളെയും പിടിച്ചു വലിച്ച് ഓഫീസ് റൂമിലെ അവൻ്റെ സീക്രട്ട് റൂമിലേക്ക് പോയി അവളെ അവിടെയുള്ള സോഫയിലേക്ക് തള്ളിയിട്ടു. അവൾ സോഫയിലേക്ക് മറിഞ്ഞു വീണ് അവളുടെ നെറ്റി തട്ടിപ്പൊട്ടി ചോരയൊഴുകി. അവൻ അതൊന്നും പ്രശ്നമാക്കാതെ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. നീ എന്താടി കരിയത്? എനിക്കറിയാമായിരുന്നു ഇത് നിങ്ങൾ തമ്മിലുള്ള കളിയാണെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അതിനുവേണ്ടി തന്നെയടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ നിന്നോട് എനിക്ക് പ്രണയം മൂത്തിട്ടൊന്നുമല്ല. ആമി ഞെട്ടിപ്പോയി. അവൾക്ക് കരച്ചിൽ വന്നു. സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്നും ഓടിപ്പോയി. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ആരോൺ അവിടേക്ക് വന്നത്. ഇവനിത് ആരോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നോക്കി കരഞ്ഞുകൊണ്ട് ആമി അവൻ്റെ ഓഫീസ് റൂമിൽ നിന്നും ഓടി വരുന്നതാണ് അവൻ കണ്ടത്. അവൻ അവളെ വിളിച്ച് അവളുടെ പുറകെ പോയി. അവൾ ഒന്നും കേൾക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ആരോൺ ദേഷ്യത്തിൽ ആദമിൻ്റെ ക്യാബിൻ്റെ റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നു. നീ എന്താ ആദം അവളോട് പറഞ്ഞത്? നിനക്കെന്താ ഭ്രാന്താണോ? നിന്റെ ദേഷ്യം അവളോടല്ല തീർക്കേണ്ടത്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത് കണ്ട് അവളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കുറേ പേർ അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതും കൂടി കണ്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് ഓടിപ്പോയി. മീനു അവളുടെ പുറകെയും. കുറച്ചു കഴിഞ്ഞതും ആദം ദേഷ്യമൊക്കെ മാറി അവളെ അന്വേഷിച്ചു പോയി. എന്താടി, എന്തു പറ്റി? പ്ലീസ് മീനു, ഇനി ഒന്ന് തനിച്ചു വിടാമോ? അതും പറഞ്ഞ് അവൾ വെങ്ങിപ്പൊട്ടി. മീനു പിന്നെ ഒന്നും പറഞ്ഞില്ല. അവളും അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് ആമിയുടെ തോളിൽ ഒരു കൈ വന്നു വീണു. പിണക്കം മറന്ന് ആദമാണ് അവളെ വന്ന് പിടിച്ചതെന്ന് വിചാരിച്ച് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് ആദം അവിടേക്ക് വന്നത്. അവൻ ഈ രംഗം കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. എന്തിനച്ഛേ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ എന്താ ചെയ്തത്? എന്നോട് ഇത്രയും ദേഷ്യപ്പെടാൻ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അവൻ അടുത്തതൊന്നും മറുപടിയില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ പന്തികേട് തോന്നി. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി നോക്കിയതും അവൻ്റെ മുഖം കണ്ടതും അവനെ തള്ളി അവനിൽ നിന്നും അകന്നു മാറി. നിങ്ങളെന്താ ഇവിടെ? അവൾ അവൻ്റെ കൈ അവളുടെ ദേഹത്തു നിന്നും വിടുവിച്ചു. തൻ്റെ അബദ്ധമോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇറങ്ങിപ്പോടോ എവിടുന്ന്? അത് പറയേണ്ടത് നീയല്ല. നീ എൻ്റെ പെണ്ണാണ്. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. നിനക്ക് വേണ്ടിയാണ് അവളെ, ആദമിൻ്റെ പെങ്ങളെ ഞാൻ ഇല്ലാതാക്കിയത്. എന്നിട്ട് നീ എന്നിൽ നിന്നും കൈവിട്ടു പോകുന്നോ? അതിന് സമ്മതിക്കില്ലടി ഞാൻ. നീ എൻ്റേതാ, എൻ്റേത് മാത്രം. പിന്നെ ആദം, അവൻ നമ്മളെ കണ്ടടി എന്നും പറഞ്ഞ് അവൻ ചിരിച്ചു. അതുകൂടി കേട്ടതും അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി. അവൾ നിലത്തേക്ക് വീണതും അവളെ രണ്ടു കൈകൾ താങ്ങി നിർത്തി. ആരാണെന്ന് നോക്കിയതും അത് തൻ്റെ പ്രാണനാണെന്ന് മനസ്സിലാക്കി അവൾ അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവൻ അവളെ തള്ളി മാറ്റി ജോബിയുടെ അടുത്തേക്ക് പോയി. എനിക്കറിയാവിടാ എല്ലാം നിന്റെ കളികളാണെന്ന്. ഇപ്പം ഞാൻ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം അതിനുള്ള അവസരം ഇനിയുണ്ടായ ഞാൻ പിന്നെ അടങ്ങിയിരിക്കില്ല. അതും പറഞ്ഞ് അവൻ അവളെ വലിച്ച് ഓഫീസ് റൂമിലെ അവൻ്റെ സീക്രട്ട് റൂമിലേക്ക് പോയി അവളെ അവിടെയുള്ള സോഫയിലേക്ക് തള്ളിയിട്ടു. അവൾ സോഫയിലേക്ക് മറിഞ്ഞു വീണ് അവളുടെ നെറ്റി തട്ടി പൊട്ടി ചോരയൊഴുകി. അവനതൊന്നും പ്രശ്നമാക്കാതെ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. നീ എന്തടി കരുത്? എനിക്കറിയാമായിരുടി ഇത് നിങ്ങൾ തമ്മിലുള്ള കളിയാണെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അതിനുവേണ്ടി തന്നെയാടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ നിന്നോടെനിക്ക് പ്രണയം മൂത്തിട്ടൊന്നുമല്ല. നിൻ്റെയും അവൻ്റെയും കളികൾ എനിക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്റെ പ്രണയമുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചത്. നീയും അവനും ചേർന്ന് എന്നെ ചതിക്കാൻ നോക്കിയതായിരുന്നല്ലേടി ടോഷ് മോളെ. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ വന്നു തറയ്ക്കുന്നത് പോലെ. അവൻ്റെ അടുത്തു നിന്നും അങ്ങനെയൊന്നൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി. എന്തൊക്കെയാണ് ഇച്ചി പറയുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് എൻ്റെ ഇച്ചിനെ ചതിക്കാൻ കഴിയുമോ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? എനിക്കെല്ലാം അറിയാം ശിവാത്മിക. നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിക്കുകയാണ്. ഇച്ചി അറിഞ്ഞതും കേട്ടതും കണ്ടതും ഒന്നും സത്യമല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന്. ഇച്ചേ. അവൾ അങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയതും അവൻ കൈകൊണ്ട് തടഞ്ഞു. വേണ്ട, എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. എൻ്റെ കൺമുന്നിൽ ഇനി കണ്ട. അത് പറയുമ്പോഴും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ അവളെ തള്ളി. അവൾ വീഴാൻ പോയതും അവൾ ചുമരിൽ താങ്ങിപ്പിടിച്ചു. പിന്നെ അവൾ അവിടെ നിന്നും അവനെ നോക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി. ആരോൺ അവളുടെ പുറകെ വന്നെങ്കിലും അവൾ ഇവിടെ ഒന്നുമില്ല എന്ന് അവന് മനസ്സിലായി. ആരോൺ അവിടെ നിന്നും ആദമിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവൻ ആദമിൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് അവളോട് പറഞ്ഞത്? നീ എന്തൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്? പറ.
നിനക്ക് ദേഷ്യം വന്ന് ആരാണെന്ന് നോക്കില്ലല്ലോ. ആരോണിനോട് അവൻ എല്ലാം പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. എന്ത് ദുഷ്ടനാടാ നീ! ഒരു പാവം പെണ്ണല്ലേടാ അവള്. എന്നിട്ട് നീ അവളോട് ഇങ്ങനെ പറയാൻ തോന്നിയില്ലോടാ. അവൻ അവൻ്റെ കൈ വാട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്താ അവളെ പറയുമ്പോൾ ഇത്രയ്ക്കും ദേഷ്യം? ഇനി നിനക്കും അവളോട് അതിരി കിടന്ന ബന്ധമുണ്ടോ? തെണ്ടി വേണ്ടാതിനം പറഞ്ഞോണ്ടല്ലോ, കോർണക്കൂടി അടിച്ച് പൊട്ടിക്കും ഞാൻ കോപ്പേ. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്?